പറയാനായിട്ട് എന്നെ ഇവിടുത്തെ ഭക്തന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ശാശ്വത പ്രഭുവും മറ്റ് ഭക്തന്മാരുമെല്ലാം. അപ്പോൾ ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും എനിക്ക് ജഗന്നാഥ് ബലദേവ് സുഭദ്രമായി ഒരു അനുഗ്രഹം തന്നു. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാ ഭക്തന്മാർക്കും ശാശ്വത പ്രഭുവിനും നന്ദി. അതുകൂടാതെ വളരെ സ്പെഷ്യലായിട്ട് എടുത്തു പറയത്തക്ക രീതിയിൽ നമ്മുടെ ശ്യാമചൈതന്യ പ്രഭുവാണ്. എനിക്ക് കുറച്ചു കാലമായിട്ട് വളരെ നന്നായിട്ട് അറിയാം. എൻ്റെ അടുത്ത് പല കാര്യങ്ങളും അദ്ദേഹം ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് കോഴിക്കോടിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഭഗവാന്റെ ധാമത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ജഗന്നാഥ് രഥോത്സവവും തുടങ്ങിത്തന്നു. അത് പ്രഭുയുടെ വലിയൊരു കാരുണ്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രഭുവിന് വേണ്ടിയിട്ട് ഒരു 3 പ്രാവശ്യം ആദ്യം ഹരേ കൃഷ്ണ മഹാനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്കെല്ലാവർക്കും പ്രഭുയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് ഭഗവാനെ കുറിച്ച് പറയാനായിട്ടും പ്രഭുവിൻ്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപീജന വല്ലഭ, ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി, ജയ ഗോപീജന വല്ലഭ, ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുനാ തീരാവനചാരി, യമുനാ തീരാവനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ
हरे हरे राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम निताय गौर हरि बोल हरि बोल हरि बोल हरि बोल निताय गौर हरि बोल हरि बोल हरि बोल हरि बोल जय जय प्रभुपाद 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 जय जय प्रभुपाद 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 प्रभुपाद। हरिनाम संकीर्तन यज्ञ की जगन्नाथ बलदेव सुभद्रा माई की जगन्नाथ रथोत्सव महामहोत्सव की जय श्री प्रभुपाद की जय श्री गुरुदेव की जय गौर प्रेमानंदे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टही। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेशा गोपिका कांता राधाकांत नमस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। ईश्वर परम कृष्ण सच्चिदानंद विग्रह अनादिर आदिर गोविंद सर्वकारण कारणम। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपगतामाहिं ददाति सुपदान्तिनं। जय श्री प्रभुपाद की जय।
ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. രഥോത്സവം, ജഗന്നാഥിൻ്റെ രഥം നമ്മളെല്ലാവരും വലിച്ചു. ഈ രഥം വലിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? ജഗന്നാഥൻ ഇങ്ങനെ വലിച്ചിട്ട് പോയി. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. എന്തനുഗ്രഹമാണ് കിട്ടും എന്ന് ചോദിച്ചാൽ, ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും വിട്ട് ഭഗവാന്റെ ധാമത്തിലോട്ട് പോകാനുള്ള അവസരം ഭഗവാൻ തരും. ജഗന്നാഥിൻ്റെ രഥം വലിച്ചാലോ, ജഗന്നാഥിൻ്റെ രഥത്തിൻ്റെ വീല് മുതൽ സുദർശന ചക്രം വരെ നോക്കിയാലോ പുനർജന്മന വിദ്യതേ എന്ന് പറയുന്നുണ്ട്. പുനർജന്മം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. എത്ര പേർക്ക് ഇവിടെ ഒന്ന് ജനിക്കണം? ഇതേ കുടുംബം, ഇതേ വീട്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആർക്കും ഇല്ല താല്പര്യം? എന്താ, എല്ലാവരും ഹാപ്പിയാ. അപ്പം ആർക്കും താല്പര്യമില്ല ഈ സെയിം ഫാമിലിയിൽ വരിക, അല്ലെങ്കിൽ ഇവിടെ വന്ന് ജനിക്കുക എന്ന് പറയുന്ന ആർക്കും താല്പര്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ദുഃഖാലയം. ഈ സ്ഥലത്തിന്റെ പേരെന്താ പറയുന്നത്? ദുഃഖാലയം. അശാശ്വതം, ശാശ്വതമല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ധാമത്തിലോട്ട് വരൂ എന്ന് പറയുന്നത്. ഭഗവാന്റെ ധാമം എങ്ങനെ ഉണ്ടാവും? നതത്പാശായതേ സൂര്യോ ന ശശാങ്കോ ന പാവഹ യത്തത്വാനാനിവർത്തന്തെ തദ്ധാമ പരമം മമ. അവിടെ ലൈറ്റൊന്നും വേണ്ട, എപ്പോഴും പ്രകാശം. വിശപ്പുണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, പക്ഷെ എപ്പോഴും സന്തോഷിച്ച് ചിരിച്ച് ഭഗവാന്റെ ഒപ്പം ഇരിക്കാം. ജോലിക്ക് പോകുന്നതാണ് ഇഷ്ടം? ഡെയിലി ലീവ് എടുത്ത് വീട്ടിൽ സിനിമയൊക്കെ കണ്ടിരിക്കാനാണ് ഇഷ്ടം? ഏതാ ഇഷ്ടം? വീട്ടിൽ റെസ്റ്റ്. എല്ലാവർക്കും ലീവ് കിട്ടിയ ഒരു സന്തോഷമാണ് അല്ലേ? നമുക്ക് ആർക്കും ജോലി ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഭഗവാന്റെ ധാമത്തിൽ പോയാൽ ഒരു ജോലിയും ചെയ്യണ്ട. ഭഗവാൻ എന്തെങ്കിലും ജോലിയുണ്ടോ? ഭഗവാൻ എന്താ ജോലി? ഭഗവാന്റെ ജോലി ഓടക്കുഴൽ വായിക്കുക, ഗോപികളുടെ കൂടെ ഡാൻസ് ചെയ്യുക, ഹാപ്പിയാ. ഒരു ജോലിയില്ല. പക്ഷെ നമ്മളും ഭഗവാന്റെ ലോകത്ത് പോയാൽ ഭഗവാനെ ഒപ്പം നമുക്കും സന്തോഷമായിട്ടിരിക്കാം. എങ്ങനെ ഇരിക്കാൻ പറ്റും? നമുക്കും ഡെയിലി ലീവാ, ഡെയിലി കളിയാ, അല്ലേ? വേറെ ഒന്നും ആലോചിക്കേണ്ട. അപ്പൊ എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹമെങ്കിലും ആ അവസരം ഭഗവാൻ ആര് വിചാരിച്ചാലേ ലഭിക്കത്തുള്ളൂ? ഭഗവാൻ. അതിനെയാണ് മോക്ഷം എന്ന് പറയുക. ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും വിട്ടിട്ട്, എല്ലാ ദുരിതങ്ങളും വിട്ടിട്ട് ഭഗവാന്റെ ലോകത്ത് പോകുന്നതിനെയാണ് എന്തെന്ന് പറയാ? മോക്ഷം കിട്ടുക എന്ന് പറയാ. അപ്പൊ ആ മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജഗന്നാഥ സ്വാമി നയനപഥഗാമി എന്ന് പറഞ്ഞുകൊണ്ട് ജഗന്നാഥിന്റെ രഥം വലിച്ചാൽ അവർക്കെല്ലാം മോക്ഷം ഉറപ്പും. എത്ര പേര് വലിച്ചൂടെ ഇന്ന്? ബാക്കിൽ കുറച്ച് വലിച്ചില്ലേ? അപ്പോൾ എല്ലാവരും വലിച്ചു. അപ്പോൾ എല്ലാവർക്കും ജഗന്നാഥിന്റെ അനുഗ്രഹം എന്ന് കിട്ടി, അല്ലേ? അത് വളരെ ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുക എന്ന് പറയും. അപ്പോൾ ഈ ജഗന്നാഥിന്റെ രൂപം കണ്ടില്ലേ എങ്ങനെയായിരിക്കുന്നത്? ഇസ്കോണില് ഇവിടെ വന്നിട്ടാണ് ജഗന്നാഥിനെ കുറിച്ച് അറിഞ്ഞു എന്ന് എത്ര പേരുണ്ട് ഇവിടെ? അതിനു മുമ്പ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു പുതിയ രൂപം കൃഷ്ണൻ എന്ന് പറഞ്ഞ് കണ്ണിന് ഒരു റൗണ്ടൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു, അല്ലേ? എത്ര പേർക്ക് അറിയാം? കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ. കാരണം, അപ്പൊ അതിനൊരു കാരണക്കാരൻ ലോകം മുഴുവനും ഈ ജഗന്നാഥിനെ പരിചയപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഭക്തിവേദാന്ത സ്വാമി. പ്രഭുപാദാണ് ലോകം മുഴുവനും ജഗന്നാഥിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയത്. ആക്ച്വലി ഈ ഫെസ്റ്റിവല് വളരെ വലിയ ഉത്സവമാണ്. എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എത്ര ടി ചാനലിൽ ഇതിനെ കുറിച്ച് കാണിക്കും? ഏതിൽ കാണിക്കും? ഒറ്റ ചാനലിൽ കാണിക്കും. ഏതില്? ദൂരദർശനിൽ. അതാണെങ്കിൽ ആരും കാണുകയില്ല, അല്ലേ? ബാക്കി ഒരു ചാനലിലും കാണിക്കില്ല. അതുകൊണ്ട് ആരും കാണാതാണ് ഈ ലോകം മുഴുവനും ഇത് പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ നമുക്ക് കഥയിൽ നേരിട്ട് പോകും. ആക്ച്വലി നീലമാധവ്, നീലാച്ചൽ മൗണ്ടൻ, നീലാച്ചല മല എന്ന് പറയുന്നത് ഒറീസയിൽ ഒരു മലയുണ്ട്. ഈ മലയില് നീലമാധവ് എന്ന് പറഞ്ഞിട്ട് നീല കളറില് കൃഷ്ണൻ വളരെ ജ്വലിക്കുന്നത് പോലെ വളരെ തേജസ്സായിട്ട് അവിടെ ദർശനം കൊടുക്കും.
അപ്പൊ ഇതിനെക്കുറിച്ച് ഒറീസയിലെ രാജാവ് ഇന്ദ്രദ്യുമ്ന രാജാവ് കേട്ടു. ഈ നീലമാധവ് എവിടെയുണ്ടെന്ന് കേട്ടു, നീലാചല മലയിലുണ്ടെന്ന് അദ്ദേഹം കേട്ടു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, അദ്ദേഹം ഒരു കൃഷ്ണഭക്തനാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നീലമാധവനെ കാണണം. ആരെ കാണണം? നീലമാധവനെ കാണണം എന്ന് വലിയൊരു ആഗ്രഹം. പക്ഷെ നീലമാധവനെ ആർക്കും കാണാൻ കിട്ടില്ല. ആ കാട്ടിലാണ് ഇരിക്കുന്നത്, ഉൾക്കാട്ടിലാണ് ഇരിക്കുന്നത്. അവിടെ കുറച്ച് ബ്രാഹ്മണർക്ക് മാത്രം കാണുന്നുണ്ട്. പിന്നെ കാട്ടുവാസികൾ സബാര എന്ന് പറയുന്ന ഒരു കൂട്ടരും നീലമാധവനെ ആരാധിക്കും. വേറെ ആർക്കും നീലമാധവനെ കാണാൻ പറ്റില്ല. പ്രത്യക്ഷമായിട്ട് കാണാം, വിഗ്രഹമായിട്ടല്ല. നീലമാധവൻ പ്രത്യക്ഷമായിട്ട് അവിടെ കൃഷ്ണൻ വരും. രാജാവ് എങ്ങനെയെങ്കിലും കാട്ടിനകത്തിരിക്കുന്ന ഭഗവാനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട്, ഒറീസയിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു അമ്പലം വെച്ച് ആ അമ്പലത്തിൽ ഇരുത്തണം ഭഗവാനെ. രാജാവിൻ്റെ നല്ല ആഗ്രഹമാണ്. പക്ഷെ ഭഗവാൻ എവിടെ ഇരിക്കാൻ ആഗ്രഹം? കാട്ടിലിരിക്കാനാണ്. അങ്ങനെ ഈ ഭക്തന്മാരുടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാജാവ് പല വഴിയിൽ കൂടെ ഭഗവാനെ കണ്ടെത്താൻ ശ്രമിച്ചാലും കാണാൻ പറ്റുന്നില്ല. കാരണം അവിടെ പോകുന്ന ഒറ്റ ആള് മാത്രമേ ഉണ്ട്. വിശ്വവസു എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ മാത്രമാണ് ഈ കാട്ടിൽ പോവുകയും ജഗന്നാഥിനെ പൂജിക്കുകയും ചെയ്യുന്നത്. വേറെ ആരും കണ്ടിട്ടില്ല ജഗന്നാഥിനെ. അപ്പോൾ ഈ രാജാവ് പലപ്പോഴും പലരെ അയച്ചു കാണാൻ പറഞ്ഞു. ഇത് എവിടെയാണ് പോകുന്നു എന്ന് വിശ്വവസുവിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ പലരും ഇങ്ങനെ ബാക്കിൽ കൂടെ പോകുമെങ്കിലും പെട്ടെന്ന് ഇദ്ദേഹം ഡിസപ്പിയർ ആവും. ഈ വിശ്വവസുവിനെ കാണാൻ പറ്റില്ല. അദ്ദേഹം വളരെ സീക്രട്ടായിട്ട് പതുക്കെ കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളിനെ പെട്ടെന്ന് ആരും കാണാതെ കണ്ടു തെറ്റിച്ചിട്ട് അകത്ത് പോയി പൂജ ചെയ്തിട്ട് വരും. അപ്പൊ രാജാവ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആരയക്കാം? അപ്പൊ വിദ്യാപതി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ചെറിയ പയ്യനാണ്, ഒരു ബ്രാഹ്മണൻ, ഭയങ്കര ഇന്റലിജന്റ് ആണ്. അപ്പൊ ഈ ബ്രാഹ്മണനെ കൊണ്ട് ജഗന്നാഥ്, ആ നീലമാധവ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ബ്രാഹ്മണനെ വിളിച്ചു. അപ്പൊ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, രാജാവെ, അങ്ങ് പറയുന്നത് പോലെ നീലമാധവ് എവിടെയുണ്ടെന്ന് ഞാൻ അന്വേഷിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് പോയി വിശ്വവസുയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയി താമസം തുടങ്ങും. ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് ഒരു മോളുണ്ട്, കാണാൻ സുന്ദരിയായിട്ട് ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയി താമസം തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് പലപ്പോഴും സേവനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ബ്രാഹ്മണനാണ്. പൂക്കൾ പറിച്ചു കൊടുക്കും, ബാക്കി കാര്യങ്ങളെല്ലാം ഈ ബ്രാഹ്മണനെ സഹായിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണൻ മനസ്സിലിങ്ങനെ കണ്ടു, എൻ്റെ മോള് കെട്ടിച്ചു കൊടുക്കാനുള്ള പ്രായമായി, ഈ പയ്യനാണെങ്കിൽ നല്ല പയ്യൻ, നല്ല ബ്രാഹ്മണനായിരിക്കുന്നു, സോ ഇദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. അതുപോലെ ഈ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തു. പക്ഷേ വിദ്യാപതി എന്തിനാ വന്നിരിക്കുന്നത്? പെണ്ണിനെ കെട്ടി അവിടെ ഇരിക്കാനല്ല. എന്തിനാ വന്നത്? നീലമാധവനെ കണ്ടുപിടിക്കണം. അങ്ങനെ കല്യാണം കഴിച്ചു, ഇപ്പൊ ബന്ധുക്കളായി, അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഈ ബ്രാഹ്മണൻ പോകുന്നു. വിദ്യാപതി പലപ്പോഴും നോക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല. അവസാനം ഭാര്യ മോളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് വെച്ചു. എന്താണ്? എങ്ങനെയെങ്കിലും അച്ഛൻ നീലമാധവനെ കാണാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് കൺഫേമായി. കാരണം ഇദ്ദേഹം പോകുമ്പോൾ അല്ല, വരുമ്പോൾ ഭയങ്കര സുഗന്ധമാണ്. കാരണം ചന്ദനത്തിന്റെ സ്മെല്ല്, പൂക്കളുടെ സ്മെല്ല്, പനിനീരിന്റെ സ്മെല്ലൊക്കെ അടിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എവിടെ തന്നെയാണ് പോയിട്ട് വരുന്നത്? നീലമാധവനെ പൂജിച്ചിട്ട് വരുന്നു എന്ന് ആർക്ക് മനസ്സിലായി? വിദ്യാപതിക്ക് മനസ്സിലായി. അപ്പം മകളുടെ അടുത്ത് പറയും, അച്ഛൻ്റെ പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെ ഭഗവാനെ കാണാൻ വിളിച്ചുകൊണ്ട് പോകാൻ പറയും. അപ്പം മോളുടെ അടുത്ത് അച്ഛന്മാർക്ക് ഭയങ്കര സ്നേഹമാണല്ലോ, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കും. അങ്ങനെ എന്തായി? ഈ പെൺകുട്ടി ലളിത എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് വെച്ചാൽ അച്ഛൻ്റെ റിക്വസ്റ്റ് ചെയ്യും, എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ച് നീലമാധവനെ കാണിക്കണേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1ഉം 2ഉം പ്രാവശ്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറയും, ശരി ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് വിദ്യാപതിയുടെ അടുത്ത് പറയും, ഞാൻ കൊണ്ട് നീലമാധവനെ കാണിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ഞാൻ കണ്ണ് കെട്ടി തന്നെ കൊണ്ടുപോകും, കണ്ണ് തുറക്കില്ല. കാരണം കണ്ണ് തുറന്നാൽ അടുത്ത ദിവസം മുതൽ നീ അങ്ങ് പോകും. അതുകൊണ്ട് കണ്ണ് കെട്ടി ഇന്ന് ഒരു ദിവസത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള കണ്ടീഷനിൽ കൊണ്ടുപോയി. അങ്ങനെ കണ്ണ് നല്ല കെട്ടി നല്ല ഒന്നും കാണാത്ത രീതിയിൽ കെട്ടി കാട്ടിനകത്ത് കൊണ്ടുപോയി. പക്ഷേ വിദ്യാപതി ഭയങ്കര ബുദ്ധിമാനാണ്. എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറേ കടുകെടുത്ത് ഒരു തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്തൊരു ചെറിയ ഹോളിട്ട് ഇവിടെ ഇടുപ്പിൽ വെച്ചിരുന്നു. അപ്പോൾ പോണ വഴിക്ക് എന്താവും? ഓരോ കടുക് ഇങ്ങനെ വീഴുമ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് പോയാണ്. നേരെ പോയി അവിടെ പോയപ്പോൾ ഭയങ്കര സുന്ദരനായിട്ട് തിളങ്ങുന്ന രീതിയിൽ നീലമാധവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഭയങ്കര സന്തോഷമായിട്ട് അവിടെ ഭഗവാന്റെ ഫ്രണ്ടിൽ ദർശനമെടുത്തു. അവിടെ ഇരുന്ന് തിരിച്ച് അതേപോലെ കണ്ണ് കെട്ടി തിരിച്ചു കൊണ്ടുവിട്ടു. വിട്ടപ്പോൾ ഇപ്പോൾ എന്താ ചെയ്തിട്ട് വന്നിരിക്കുന്നത്? കടുകിട്ട്. ഉടനെ രാജാവിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ കൊടുത്തു. രാജാവ്, ഞാൻ നീലമാധവനെ കണ്ടു,
എത്രയും പെട്ടെന്ന് ആൾക്കാരെ അയക്കൂ, ഞാൻ നീലമാധവമുള്ള സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിന് ഇൻഫർമേഷൻ ഒറീസയിൽ പോയി. രാജാവ് ഭയങ്കര സന്തോഷമായി. സേനകളുമായിട്ടൊക്കെ രാജാവ് അവിടെ നിന്ന് ഒറീസയിൽ നിന്ന് തിരിച്ചു. അതേ സമയത്ത് ഇദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ കടുകല്ലേ പെട്ടെന്ന് പിടിക്കും. കടുക് ചെടി ഇങ്ങനെ വളർന്നു മഞ്ഞ പൂക്കളായിട്ട് ഇങ്ങനെ കാട്ടിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ മഞ്ഞ പൂക്കളിൽ നിന്നും വഴി കണ്ടുപിടിച്ച് രാജാവ് അങ്ങനെ പോകുന്നു. അപ്പോൾ രാജാവ് ഭയങ്കര ഭക്തനാണ്. ഈ നീലമാധവനെ കാണണം ആഗ്രഹത്തോടു കൂടി കാട്ടിന് പോകുന്നു. അപ്പോൾ ഭഗവാനും മനസ്സിലായി. പക്ഷെ ഇത്രയും കാലം ആരാ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? വിശ്വവസുവാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വവസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്നും ഒരേ ഫ്രൂട്ട്സ് തരുന്നു, ഒരേ പഴങ്ങൾ, വേറെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എവിടെ പോകാൻ പോകുന്നു? ഇന്ദ്രദ്യുമ്ന രാജാവിൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞു? പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോയി അദ്ദേഹം വിഷമിക്കും. അതുകൊണ്ട് അഡ്വാൻസ് പറഞ്ഞു വെച്ചു ഭഗവാൻ. അങ്ങനെ പറഞ്ഞു വെച്ചു. രാജാവ് അവിടെ വന്നതും പെട്ടെന്ന് ഭഗവാൻ അപ്രത്യക്ഷമായി. ആ ഗുഹയ്ക്കകത്തുനിന്ന് നീലമാധവനെ കാണാതായി. രാജാവിന് ഭയങ്കര വിഷമമായി. ഈ ആർക്ക് ഭാഗ്യം കിട്ടി? വിദ്യാവതിക്ക് ഭാഗ്യം കിട്ടി, ഇവിടെയുള്ള ആൾക്കാർക്ക് കിട്ടി. ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ട് എനിക്കൊരു ഭഗവാൻ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നില്ലല്ലോ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോകുന്നു തീരുമാനിച്ചു. ഭഗവാനെ കാണാതെ ഞാൻ എന്തിനാ രാജ്യം ഭരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു രാജ്യഭരണം വേണ്ട, ഞാൻ രാജാവായിട്ടിരിക്കുന്നില്ല, ഞാൻ മരിക്കാൻ പോകുന്നു തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കാൻ ഒരുങ്ങി. അപ്പോൾ അശരീരി കേട്ടു. എന്താണെന്ന് വെച്ചാൽ, നീ വിഷമിക്കണ്ട, നീ തിരിച്ചു പൊക്കോളൂ, പക്ഷെ ഞാൻ കടലിൽ ദാരുവായിട്ട് തടിയായിട്ട് ഞാൻ കടലിൽ ഉണ്ടാകും. ആ തടിയെടുത്ത് നീ ഒരു ശില്പം ഉണ്ടാക്കി എന്നെ പൂജിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഭയങ്കര സന്തോഷത്തോടു കൂടി ഒറീസയിൽ വന്നു. ഒറീസയുടെ അടുത്ത് തന്നെ സമുദ്രമുണ്ട്, കടലുണ്ട്. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് വരാൻ വേണ്ടിയിട്ട്? ദാരു വരാനായിട്ട്. അങ്ങനെ ഈ വലിയ ഒരു തടി കഷ്ണം ഇങ്ങനെ ഒഴുകി വരുന്നു കടൽ. ഗുരുവായൂരപ്പൻ ദ്വാരകയിൽ നിന്ന് ഒഴുകി വന്നതുപോലെ ഇവിടെ വലിയൊരു തടി കഷ്ണം ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ രാജാവിൻ്റെ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് അതിനെ വലിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അതിനെ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഹെവി വെയിറ്റ് ആയിരിക്കും, അതിനെടുക്കാൻ പറ്റുന്നില്ല. അവസാനം വിശ്വവസുവിനെ വിളിച്ചു. ആ ബ്രാഹ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, അതിനെ എടുക്കാൻ പറ്റുന്നില്ല, ഭഗവാന് ശില്പം ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ അയച്ചിരിക്കുന്നതാണ് ഈ തടി കഷ്ണം എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വവസു വന്ന് പ്രാർത്ഥിച്ച്, ഭഗവാൻ ജഗന്നാഥിനെ പ്രാർത്ഥിച്ച്, നീലമാധവനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് വലിച്ചപ്പോൾ അത് വന്നപ്പോൾ അവിടെ ഉള്ള എല്ലാ കാർപ്പൻറ്റർ, കൊത്തൻ എന്ത് പറയും, കാർപ്പൻറ്റർ, ഈ കാർപ്പൻറ്റർ പണി ചെയ്യുന്ന അവർ വന്നു. ഓരോരുത്തരും വന്ന് ഉളിയിട്ട് അടിക്കുമ്പോൾ ഉളി പൊട്ടിപ്പോകും, വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പലരും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഇതിന് വിഗ്രഹം തീർക്കാൻ പറ്റില്ല, ഈ വുഡ് ഭയങ്കര, ഈ തടി ഭയങ്കര ഹാർഡായിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ രാജാവ് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു. ആര്? ദേവലോകത്തിൽ നിന്ന് വന്നു. വിശ്വകർമ്മ ദേവലോകത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു വയസ്സായ വ്യക്തിയായിട്ട് വന്നിട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിത്തരാം. രാജാവിന് ഭയങ്കര സന്തോഷം. അങ്ങേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഉണ്ടാക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ, ഞാൻ വിശ്വകർമ്മമാണ് എന്നുള്ള സത്യവും പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടാക്കുന്ന ഈ 21 ദിവസം ഞാൻ ഉണ്ടാക്കും, ആ 14 ദിവസം ഞാൻ ഉണ്ടാക്കും, ഈ 14 ഡേയ്സും ഈ കതവ് ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? അമ്പലത്തിനകത്ത് ഇരുന്ന് ഞാൻ ശില്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാരണം വെച്ചാലും കതവ് ഓപ്പൺ ചെയ്യും, കതവ് തുറന്നാൽ ഞാൻ അപ്പോൾ പണി നിർത്തും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറയും, ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അകത്ത് ഡെയിലി സൗണ്ട് കേൾക്കണം. എന്തിന്? ഈ ഉളിയിട്ടടിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട്. അങ്ങനെ രാജാവ് ഭയങ്കര സന്തോഷം. രാജാവ് ഓരോ ദിവസവും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എന്ന് ഈ 14 ദിവസം തീരും, അപ്പോൾ എന്ത് കാണാം? ജഗന്നാഥ് ഈ നീലമാധവനെ കാണാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 41 ദിവസമാണ് പറഞ്ഞത്. അതിൽ 14 ദിവസമായപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഈ ഉളിയുടെ സൗണ്ട് അങ്ങ് നിന്നു, ശബ്ദമൊന്നും കേൾക്കുന്നില്ല അമ്പലത്തിനകത്ത്. അപ്പോൾ റാണി പെട്ടെന്ന് പറഞ്ഞു, അമ്പലത്തിനകത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ല, ഈ വയസ്സായ മനുഷ്യൻ ചത്തു വല്ലതും പോയോ, മരിച്ചു പോയോ എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് നമുക്ക് തുറക്കാമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഇല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണം വെച്ചാൽ തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തുറക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ റാണി പറയുന്നു, ഇല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണും, നമുക്ക് തുറന്നു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമെങ്കിലും ഒരു ദിവസം കടന്നു. അവസാനം രാജാവ് വിചാരിച്ചു, ശരിയാണ്, ഒരു അനക്കവും കേൾക്കുന്നില്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്ന് പറഞ്ഞ്
കഥവ് തുറന്നത് ആര് ഡിസപ്പിയറായി? വിശ്വകർമ്മ അങ്ങ് ഡിസപ്പിയറായി. പക്ഷെ ഇപ്പോൾ ജഗന്നാഥിൻ്റെ വിഗ്രഹം എങ്ങനെയുണ്ട്? നേരത്തെ തടിയായിരുന്നത് ഒരു രൂപമൊന്നുമില്ല, അത് ഇങ്ങനെ ഇരിക്കുന്നു. കൈ ഒന്നും തീർന്നില്ല, കൈ ഫിനിഷ് ചെയ്തില്ല, അതിനു മുമ്പ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രാജാവിന് ഇപ്പോൾ ഭയങ്കര വിഷമമായി. എന്താണ്? വിഗ്രഹം വെച്ച് ഭഗവാൻ തന്നെ ആരാധിക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? വിഗ്രഹം പൂർണ്ണമല്ലാതെ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് രാജാവ് ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വലിയ പാവിയാണ്, ആദ്യം എനിക്ക് നീലമാധവന്റെ ദർശനം കിട്ടിയില്ല, ഇപ്പൊ ഭഗവാൻ തന്നെ വിഗ്രഹം തീർത്തു ആരാധിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ എനിക്ക് ആ വിഗ്രഹം തീർക്കാനുള്ള ആ ക്ഷമ പോലും എനിക്ക് ഇല്ലാതെ ഞാൻ കതവ് തുറന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തത് വിഷമമായി. അപ്പൊ ഭഗവാൻ വന്നിട്ട് സ്വപ്നത്തിൽ പറയും, നീ വിഷമിക്കണ്ട, നീ സ്വർണത്തിന് കൈ ഉണ്ടാക്കി ഇതിൽ ഫിക്സ് ചെയ്താൽ മതി എന്ന് പറയും. ഇങ്ങനെ തീരാതെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇതിനകത്ത് സ്വർണ്ണ കൈകൾ ഉണ്ടാക്കി വെച്ച് നീ ആരാധിച്ചോ എന്ന് രാജാവിൻ്റെ അടുത്ത്. അങ്ങനെ രാജാവ് ഭയങ്കര സന്തോഷമായിട്ട് ഇതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാജാവ് എന്ത് ചെയ്യുന്നത്, വിഗ്രഹം തീർന്നു, ഇനി എന്ത് ചെയ്യണം? അമ്പലം ഉണ്ടാക്കണം. പിന്നെ ഒരു വലിയ അമ്പലം ഒരു സൈഡ് ഉണ്ടാക്കി തുടങ്ങി. വലിയൊരു കൂറ്റം അമ്പലം ഉണ്ടാക്കിയിട്ട് വിഗ്രഹം വന്നു, അമ്പലം വന്നു. ഇനി എന്ത് ചെയ്യണം? പ്രതിഷ്ഠിക്കണം. അപ്പൊ പ്രതിഷ്ഠിക്കണമെങ്കിൽ ആര് വേണം? ശ്രേഷ്ഠമായ ആൾക്കാർ വേണം. ഒരു വിഗ്രഹം അമ്പലം പൂജ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ആരാ പ്രതിഷ്ഠിച്ചത്? ഗുരുവായൂരപ്പനെ ഗുരുവും വായുവും പ്രതിഷ്ഠിച്ചു. അതുപോലെ ഇന്ദ്രദ്യുമ്ന രാജാവ് വിചാരിച്ചു, നമുക്ക് ബ്രഹ്മാവിനെ വിളിക്കാം, ബ്രഹ്മാവിനെ കൊണ്ട് ഈ അമ്പലം ഇനോഗ്രേഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രദ്യുമ്ന രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സിദ്ധി ഉണ്ടായിരുന്നു. ആ സിദ്ധിയിൽ ബ്രഹ്മലോകം, സത്യലോകം വരെ ബ്രഹ്മാവ് സത്യലോകത്ത് എത്തിയതും അവിടെ ബ്രഹ്മാവ് അവിടെ നിന്ന് പാട്ട് കേട്ടത് നല്ല രസമായിട്ട്, നല്ല പാട്ട്, സരസ്വതി വീണ വായിക്കുന്നു, പാട്ട് കേൾക്കുന്നു, എല്ലാം കച്ചേരിയൊക്കെ നടക്കുന്നു. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു, ബ്രഹ്മാവ് ഇത്രയും ആസ്വദിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകണ്ട, കുറച്ചവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അത് തീരും വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബ്രഹ്മാവിന്റെ ഒരു ദിവസം എത്ര കാലമാണ്? 1000, ഒരു പകല് 1000 ചതുർയുഗം. ഓക്കെ. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് വെച്ചാൽ 2000 ചതുർയുഗം. അവിടെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പോലെ എന്തായിരിക്കും അവസ്ഥ? ഭൂമിയുടെ അവസ്ഥ, ഭൂമിയുടെ കംപ്ലീറ്റ് മാറും. അദ്ദേഹം ചെറിയ സമയം മാത്രമേ ബ്രഹ്മാവിന്റെ പാട്ട് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. അവസാനം ബ്രഹ്മാവ് വന്ന് ചോദിച്ചു, എന്താണ്? അപ്പം പറഞ്ഞു, ഞാനൊരു അമ്പലം കെട്ടി വെച്ചിട്ടുണ്ട്, ജഗന്നാഥിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങ് വന്നാൽ അമ്പലം ഇനാഗ്രേഷൻ ചെയ്തു പ്രാണപ്രതിഷ്ഠ നടത്താം എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ചിരിച്ചിട്ട് പറഞ്ഞു, നീ വന്നത് ഭൂമിയിൽ നിന്നല്ലേ, അവിടെ ഇപ്പൊ എല്ലാം മാറിക്കാണും, ഈ അമ്പലം എല്ലാം മണ്ണിനടിയിലായി കാണും, അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇന്ദ്രദ്യുമ്ന മഹാരാജ് വിഷമിച്ചുകൊണ്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്യും? അത് മാത്രമല്ല, നീ തിരിച്ചു പോകുമ്പോൾ ഇനി ഒരു രാജാവ് വന്നിട്ട് ഈ അമ്പലത്തിനെ കണ്ടുപിടിച്ചിട്ട് എക്സ്കവേറ്റ് ചെയ്ത് പുറത്തെടുക്കും. എന്നിട്ട് അവരെന്ത് പറയും വെച്ചാൽ, ആ രാജാവ് ഈ അമ്പലം എൻ്റെതാണെന്ന് അവകാശപ്പെടും, നീ പോകുമ്പോൾ അതായിരിക്കും അവിടെ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അതുപോലെ ബ്രഹ്മാവിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇന്ദ്രദ്യുമ്ന രാജാവ് ഭൂമിയിൽ വന്നപ്പോൾ അവിടെ വേറൊരു രാജാവ് വന്നപ്പോൾ ആ അമ്പലത്തിൻ്റെ പൊടി കണ്ടു. പൊടീനെ അവിടെ വെച്ച് ഇങ്ങനെ തോണ്ടി നോക്കിയപ്പോൾ മുഴുവൻ ഒരു വലിയ കൂറ്റം അമ്പലം അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇപ്പോ ഇന്ദ്രദ്യുമ്ന രാജാവ് പറയുന്നു, ഞാനാണ് ഈ അമ്പലം കെട്ടിയത്. ഈ രാജാവിന് ഇല്ലല്ല, ഞാനാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് എൻ്റെ അവകാശമാണെന്ന്. ഇങ്ങനെ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കവേ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, കുഴപ്പമില്ല എന്നുള്ള സത്യമെല്ലാം പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് അവിടെ എന്താ പറയുക, കുംഭാഭിഷേകം നടത്തി വലിയ ഒരു ഉത്സവമായിട്ട് ഈ അമ്പലത്തിൽ ജഗന്നാഥിനെ പ്രതിഷ്ഠിച്ചു. ഈ അമ്പലത്തിൽ എല്ലാ വർഷവും ജഗന്നാഥ് രഥോത്സവം നടക്കും. ഈ രഥം ജഗന്നാഥ് പുരി ടെമ്പിളിലിരുന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് ഗുണ്ടീജ ടെമ്പിൾ എന്ന് പറയുന്നു. ഈ ഗുണ്ടീജ ടെമ്പിളിലോട്ട് ജഗന്നാഥിനെ കൊണ്ടുപോകും. ഇനി ഇവിടെ എന്താ വെച്ചാൽ, ജഗന്നാഥിനെ ഉണ്ടാക്കി. ഈ ജഗന്നാഥ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രൂപം വന്നു? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ശ്യാമസുന്ദര രൂപമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഈ ജഗന്നാഥിന്റെ രൂപം നോക്കൂ, റൗണ്ട് കണ്ണ്, ഇങ്ങനെ വലിയ വായി, കൈ ഇങ്ങനെ ഇരിക്കുന്നു. ഈ രൂപം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാല്, കൃഷ്ണൻ വൃന്ദാവനത്തിലിരിക്കുമ്പോൾ വൃന്ദാവനം വിട്ട് ദ്വാരകയിൽ കൃഷ്ണൻ പോയി. ദ്വാരകയിൽ കൃഷ്ണൻ പോയപ്പോൾ അവിടെ ദ്വാരകയിൽ കൃഷ്ണൻ എത്ര ഭാര്യമാരാ ഉള്ളത്? 1 2 എത്ര? 16,108 ഭാര്യമാർ. ബെസ്റ്റ്. കൃഷ്ണനെ പോലെ ആർക്കും ലോകത്തിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ 16,108 ഭാര്യമാരും ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഒരു ഭാര്യ ഭയങ്കര കംപ്ലൈന്റാ,
അല്ലേ? രണ്ടെണ്ണമാണെങ്കിൽ അയാളുടെ ജോലി തീർന്നു. 16,108 ഭാര്യമാരെ ഉണ്ടായിട്ട് ഒരാൾ പോലും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. 108 പാലസ് കൊടുത്തു, ഓരോ ഭാര്യയിലും 10 മക്കൾ കൊടുത്തു. അത്രയും സർവന്റുമാർ, ആർക്കും കംപ്ലൈന്റ് ഇല്ല, എല്ലാവരും ഹാപ്പിയാണ്. ഒരു വീട്ടില് സത്യഭാമയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ കൃഷ്ണൻ ഫൈറ്റ് ചെയ്യും. അവിടെ പോയാൽ ഭയങ്കര ബഹളമായിരിക്കും. അവിടെ പാത്രം എടുത്തെറിയും, ഇതെടുത്തെറിയും, അവിടെ ഭയങ്കര ബഹളമായിരിക്കും. അടുത്ത വീട്ടിൽ പോയാൽ രുക്മിണി പാവമാണ്, കരയിപ്പിക്കും കൃഷ്ണൻ അടുത്തിരുന്ന് സംസാരിച്ച് രുക്മിണിയെ കരയിപ്പിക്കും. രുക്മിണിയും കരഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഒരു ഇടത്ത് പോയ ജാമ്പവതിയുടെ പരിപാടി എന്താ? മല്യുദ്ധമാണ്. കൃഷ്ണൻ എടുത്ത് ജാമ്പവതി തറയിലടിക്കും, കൃഷ്ണൻ എടുത്ത് ജാമ്പവതി തറയിലടിക്കും. ഭയങ്കര ഇങ്ങനെ ഓരോ വീട്ടിലും ഓരോ രസത്തിലും അവരവരുടെ രസമനുസരിച്ച് കൃഷ്ണൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ദ്വാരക. ആ ദ്വാരകയിലെ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് ദ്വാരകയിൽ പോയി. ഇനി തിരിച്ച് വൃന്ദാവനത്ത് വരുമോ? ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. അതുകൊണ്ട് വന്നില്ല, കൃഷ്ണൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോ കൃഷ്ണൻ ഇപ്പൊ എവിടെയായിരിക്കുന്നു? വൃന്ദാവനത്തില്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ 16,108 ഭാര്യമാരും ബലരാമന്റെ അമ്മ രോഹിണിയുടെ അടുത്ത് ഒരു ദിവസം ചോദിക്കും, കൃഷ്ണനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കൊച്ചുകാലത്തിൽ കേട്ടിട്ടുണ്ട്, ഒരുപാട് ലീലകളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കഥ പറഞ്ഞു തരാമോ എന്ന് പറയും. അപ്പൊ രോഹിണി പറയും, ഞാൻ കഥ പറയാം, പക്ഷെ ഒരു കണ്ടീഷൻ. എന്താണ്? ഞാൻ ഭഗവാന്റെ കൃഷ്ണന്റെ കഥ പറയുമ്പോൾ വേറെ ആരെയും അകത്ത് കടത്തരുതെന്ന് പറയും. അപ്പൊ പറയും, ശരി, വേറെ ആരെയും അകത്ത് കടത്തുന്നില്ല, ഞങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറയും. അപ്പോൾ സുഭദ്രയെ വിളിച്ചിട്ട് പറയും, സുഭദ്ര, നീ ഡോറിന്റെ അവിടെ കാവലിൽ നിന്നോ, ആരെയും അകത്ത് വിടരുത്. ആരുടെ കഥ പറയുമ്പോൾ? കൃഷ്ണന്റെയും ബലറാമിന്റെയും കഥ പറയുമ്പോൾ. അങ്ങനെ രോഹിണി അമ്മ എന്ത് വെച്ചാൽ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കൃഷ്ണൻ വെണ്ണ തിന്ന് വെണ്ണ മോഷ്ടിച്ച കഥ, അങ്ങനെ ഓരോ കഥകൾ പറയുമ്പോൾ ഇവരെല്ലാം ചിരിച്ച് സന്തോഷമായിട്ടിരിക്കും. ആ സമയത്ത് ബലരാം വരും. ബലരാം വന്ന് അകത്തോട്ട് പോകാൻ പറയുമ്പോൾ സുഭദ്ര പറയും, അകത്ത് പോകരുത്, അമ്മ പറഞ്ഞിട്ടുണ്ട്, അവിടെ കഥ പറയാണ്, അതുകൊണ്ട് അകത്ത് പോരും. ആരുടെ കഥയെ പറഞ്ഞു? നിങ്ങളുടെ കഥ തന്നെ പറയണം, വേറെ ആരുടെ ഇല്ല, നിങ്ങളുടെ തന്നെ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ശരി, ഞങ്ങൾ പോയി കേൾക്കട്ടെ. അങ്ങനെ കേൾക്കണ്ട, അമ്മ പറഞ്ഞു, ആരെയും കടത്തി വിടരുത്, അതുകൊണ്ട് നിങ്ങളെയും കടത്തി വിടില്ല എന്ന്. അപ്പോൾ ബലരാം പറഞ്ഞു, എന്നാലും എന്ത് പറയണമെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ നിന്നു. കൃഷ്ണൻ എടുത്തു തോന്നി. കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, ശരി, അവിടെ എന്താ ഡോറിന്റെ അവിടെ നിൽക്കുക, അകത്ത് പോകാത്തത്? അത് കഥ പറയുന്നു. ആരുടെ കഥ? നിങ്ങളുടെ കഥ തന്നെ പറയണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് പോയി കേൾക്കാം. അമ്മ പറഞ്ഞു, ആരെയും കേൾക്കരുത്, ഇവിടെ തന്നെ ഇരിക്കാം. അപ്പൊ ശരി, നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് ഇവർ 3 പേര് ഇങ്ങനെ പതുക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ആര് പറയുന്ന? രോഹിണി പറയുന്ന കഥ കേട്ടപ്പോൾ അവിടെ ഭാര്യമാരെല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ കഥകളൊക്കെ. കാരണം കൃഷ്ണൻ ഇങ്ങനെ ഓടിപ്പോയി ചാണത്തിൽ പോയി വീണു, ചാണം തിന്നു എന്നൊക്കെ പറഞ്ഞ്, ചാണത്തിൽ കുളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോ കഥകൾ പറയുമ്പോൾ എല്ലാം ചിരിച്ചിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ചിരിച്ചാൽ നമ്മൾ വായ എങ്ങനെ പോകും? ചെറുതാവോ? ഫുള്ള് വായാവും, അല്ലേ? ചിരിച്ചാൽ കണ്ണ് ചെറുതാവോ വലുതാവോ? കണ്ണ് വലുതാവും. അപ്പോൾ ജഗന്നാഥും ബലദേവും സുഭദ്രമായും സ്വന്തം കഥ കേട്ട് ചിരിച്ച് അവരുടെ വായ ഇങ്ങനെ വലുതായിപ്പോയി, ചെവി വരെ ആയിപ്പോയി, അവരുടെ കണ്ണെല്ലാം പുറത്തു വന്നു, അല്ലേ? അവർക്ക് മുഴുവൻ തേജസ്. അപ്പോ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു രൂപവും കൃഷ്ണനില്ല. ആകെ ജഗന്നാഥ് ബലദേവ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ലീലയിൽ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തരുവോ, പറഞ്ഞു വിടുവോ? അച്ഛനും അമ്മയും ദേഷ്യത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും പോയി ചോദിക്കാൻ പോകുമോ? നമ്മള് 2 കൂടെ തന്നിട്ട് ഓട്ടിച്ച് വിടും നമ്മളെ. പക്ഷെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് കിട്ടും? എടുത്തോ പോകുന്നു. അതുപോലെ ജഗന്നാഥ് ഭയങ്കര കാരുണ്യമാണ്. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ ജഗന്നാഥിനെ ആരാധിച്ചാൽ ആർക്കും പട്ടിണി കിടക്കണ്ട. പട്ടിണി മാത്രമല്ല, കഞ്ഞിയൊന്നും കുടിക്കണ്ട, വെറൈറ്റി ആയിട്ട് കഴിക്കാം. കാരണം നമ്മളെ കൊണ്ട് ജഗന്നാഥ് ഉണ്ടാക്കി. വീട്ടിൽ ജഗന്നാഥിനെ വെച്ച് ആരാധിച്ചാൽ ആ വീട്ടിൽ അവർ വിചാരിക്കും ഇന്നൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കും, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ആരെങ്കിലും 3 ഗസ്റ്റ് വന്ന് നിൽക്കും, അപ്പൊ എന്ത് ചെയ്യും? ഉണ്ടാക്കിയത് വെച്ചു. അപ്പൊ ജഗന്നാഥ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. അതാണ് ജഗന്നാഥ് എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും കാരുണ്യമുള്ള ഒരു ഭഗവാൻ ഈ ജഗന്നാഥ്. അപ്പൊ ഈ ജഗന്നാഥ് ആക്ച്വലി കൃഷ്ണനും ഇവരെല്ലാവർക്കും ഇങ്ങനെയാണ് ഈ രൂപം കിട്ടിയത്. അമ്പലം അങ്ങനെ വെച്ചു, അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തി. ഇനി ഈ രഥോത്സവം എങ്ങനെയാ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് ദേവകിയും വസുദേവനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കംസനെ കൊല്ലാൻ വേണ്ടിയിട്ട് എവിടെ വന്നു? ദ്വാരകയിൽ വന്നു. അവിടെ കംസനെ കൊന്നു, എന്നിട്ട് കല്യാണം കഴിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. ദ്വാരകയിൽ തന്നെ ആരിയ്ക്കുകയാണ്? മധുരയിൽ വന്നു, പിന്നെ ദ്വാരകയിൽ പോയി, ദ്വാരകയിൽ തന്നെ ഇരിക്കുകയാണ്. ഇതുവരെ തിരിച്ചെവിടെ വന്നില്ല? വൃന്ദാവനത്ത് വന്നില്ല.
വൃന്ദാവനത്തിലെ ഗോപികൾക്ക് വേറെ ഒരു ഇതുമില്ല, എപ്പോഴും കൃഷ്ണനെ മാത്രം സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വേറെ ഒരു ആഗ്രഹവുമില്ല. അങ്ങനെ കൃഷ്ണസ്മരണയിലിരിക്കുന്ന ആ ഗോപികള് മനസ്സിൽ വിചാരിച്ചു, എത്ര കാലമായി കൃഷ്ണൻ നമ്മളെ വിട്ടിട്ട് പോയിട്ട് തിരിച്ചു വന്നേയില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചോദിച്ചാല് കൃഷ്ണൻ കറക്റ്റായിട്ട് എന്ത് ചോദിച്ചാൽ ഇവരെല്ലാവരും കുരുക്ഷേത്രത്തില് ഒരു ഫെസ്റ്റിവൽ നടക്കാൻ, ശ്രാദ്ധ സെറിമണി, വലിയ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ വസുദേവരും ദേവകിയും മറ്റ് യശോദ, നന്ദബാബ എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാം വിചാരിച്ചു അവിടെ പോയാൽ ആരെ കാണാൻ പറ്റും? കൃഷ്ണനെ കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് എല്ലാ ഗോപികളും ഗോപന്മാരും ഭയങ്കര ഹാപ്പിയായിട്ട് അവിടെ പോയി കുരുക്ഷേത്രത്തിൽ പോയി അവിടെ വെച്ച് കൃഷ്ണനെ കണ്ടു. കൃഷ്ണനെ കണ്ടതും അവരെല്ലാം കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു. കൃഷ്ണനെ കണ്ടപ്പോൾ ഇപ്പൊ കൃഷ്ണൻ എങ്ങനെയായിരിക്കുന്നത്? പണ്ട് ഒരു ടർബൻ കെട്ടി 2 പൂക്കളെല്ലാം വെച്ച് ചെറിയ മാലയും ഇട്ടിട്ട് ധോത്തിയും കെട്ടിയിട്ടാണ് കൃഷ്ണൻ ഇരിക്കുന്നത്. ഇപ്പോൾ രാജാവിനെ പോലെ ഇരിക്കുന്നു, കിരീടം വെച്ചിരിക്കുന്നു, പിന്നെ മറ്റേ എന്താ പറയുക ആഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു, വാള് കയ്യിലുണ്ട്. ഇത് കണ്ടപ്പോൾ ഗോപികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗോപികൾക്ക് സിമ്പിളായിട്ട് കൃഷ്ണൻ അവരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കൃഷ്ണനെയാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ രാജാവിനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാം പറഞ്ഞു, കൃഷ്ണ എത്ര കാലമായി ഞങ്ങളെ വിട്ടിട്ട് ദ്വാരകയിൽ വന്നിരിക്കുന്നു, അന്ന് ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വരൂ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണനെ കൈപിടിച്ച് വലിച്ച് ഒരു രഥത്തിൽ പിടിച്ചിരിച്ച് വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ ദ്വാരകയിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? വൃന്ദാവനത്തിൽ കൊണ്ടുപോകുന്നതാണ് രഥോത്സവം, ഉത്സവം. അപ്പോൾ രഥോത്സവം എങ്ങനെയാണ് വന്നത്? കൃഷ്ണനെ ദ്വാരകയിൽ നിന്ന് ഭക്തിയോടി പ്രേമത്തോടി അങ്ങനെ അവർ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഈ ജഗന്നാഥിനെ വലിക്കുമ്പോൾ പ്രേമത്തോടെ ആൾക്കാർ വലിച്ചുകൊണ്ടുപോയി. അപ്പോൾ നീലാചല മൗണ്ടൻ അല്ലെങ്കിൽ നീലാചൽ എന്ന് പറയുന്നതാണ് ജഗന്നാഥ ക്ഷേത്രവും, ഗുണ്ടീജ എന്ന് പറയുന്നത് സുന്ദരാചലം എന്ന് പറയും, അതായത് വൃന്ദാവനം എന്ന് പറയും. അപ്പോൾ നീലാചലത്തിലിരുന്ന് സുന്ദരാചലം അവിടെ രഥം വലിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് ഈ രഥോത്സവം എന്ന് പറയും. അപ്പോൾ ജഗന്നാഥിനെ രഥത്തിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ ജഗന്നാഥിനെ എന്താ വെച്ചാൽ കുളിപ്പിക്കില്ല, അഭിഷേകമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അഭിഷേകമില്ലാത്തത്? ജഗന്നാഥിനെ തടിയിലാണ് ഉണ്ടാക്കിയത്, ചാരുവിലാണ് ഉണ്ടാക്കിയത്. ഡെയിലി അഭിഷേകം ചെയ്താൽ എന്താവും? അതുകൊണ്ട് അവരെന്ത് ചെയ്ത? അഭിഷേകം ഇല്ല. അപ്പൊ ജഗന്നാഥിന് അമ്പലങ്ങളിൽ എങ്ങനെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അഭിഷേകമുണ്ട്. കണ്ണാടി വെച്ചുകൊണ്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ജഗന്നാഥിനെ ഇങ്ങനെ കണ്ടിട്ട് അഭിഷേകം ചെയ്യും. നേരിട്ട് അഭിഷേകം ചെയ്യില്ല. പക്ഷെ വർഷത്തിൽ ഒരിക്കല് അഭിഷേകം ചെയ്യും. അന്ന് എല്ലാവർക്കും അഭിഷേകം ചെയ്യാം. പൂജാരിക്ക് മാത്രമല്ല, സാധാരണ അമ്പലങ്ങളിൽ പൂജാരിക്ക് മാത്രമേ അഭിഷേകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാവർക്കും, വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യാം? അഭിഷേകം ചെയ്യാൻ പറ്റും. അങ്ങനെ ജഗന്നാഥിനെ സ്നാനയാത്ര എന്ന് പറയും. ജഗന്നാഥിനെ കുളിപ്പിച്ച് രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചാൽ ഭഗവാൻ എന്താവും? അസുഖം വരും അല്ലേ? ഭഗവാൻ അസുഖം വന്നിട്ട് എന്തായി? ഈ അസുഖം വന്നു. അങ്ങനെ വയ്യാതെ തുണിയൊക്കെ ഇരിക്കുകയാണ് കൃഷ്ണൻ. എന്നിട്ട് രഥോത്സവത്തിന് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? ഗുണ്ടീജ ടെമ്പിളിൽ കൊണ്ടുപോയി. ഗുണ്ടീജ ടെമ്പിളിൽ കൂടെ ഒട്ടും വയ്യാതെയായി കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണൻ തുമ്മലും പനിയുമായിട്ടിരിക്കുമ്പോൾ ആ അമ്പലത്തിൽ അമ്മായിയുടെ വീടാണ്. അവിടെ ആരുണ്ട്? കുന്തി ദേവി അവിടെ ഉണ്ട്. ആ അമ്പലത്തിൽ കൊണ്ട്. അപ്പോൾ അമ്മായി പറയും, ശരി മോന് ഇങ്ങോട്ട് വന്നതല്ലേ, ഇവിടെ ഇനി റെസ്റ്റ് എടുക്കട്ടെ, ഉടനെ തിരിച്ച് പോകണ്ടെന്ന് പറഞ്ഞ് 10 ദിവസം അമ്പലത്തിൽ തിരിച്ചു. എത്ര ദിവസം കൃഷ്ണനെ? 10 ദിവസം ഈ അമ്പലത്തിൽ തിരിച്ചു. ഈ അമ്പലത്തിൽ ഇരുന്ന് 10 ദിവസം എന്താ കൃഷ്ണന് ഫുഡ് കൊടുക്കുമെന്നറിയാം? ചുക്ക് കാപ്പി, എണ്ണയില്ലാത്ത ചപ്പാത്തി, ഉപ്പൊന്നും ഇടാതെ കറി, ഇങ്ങനെയൊക്കെ വെച്ച് മെഡിസിനാണ് അവർ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് കൃഷ്ണൻ്റെ അസുഖമെല്ലാം മാറ്റിയിട്ട് ഉൾട്ടാ രഥയാത്ര, അവിടെ നിന്ന് തിരിച്ചു ഒരു രഥയാത്ര നടക്കും. അങ്ങനെ തിരിച്ച് അതേപോലെ എങ്ങനെയാണോ രഥോത്സവം ഇങ്ങനെ കൊണ്ടുപോയോ അതേ ഉത്സവമായിട്ട് തിരിച്ച് ഉൾട്ടാ രഥോത്സവം ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഉത്സവം കഴിഞ്ഞ് നേരെ എവിടെ വരും എന്ന് പറഞ്ഞാൽ ജഗന്നാഥിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോകും. ഈ വരുന്നതിന് മുമ്പ് ഒരു ലീല നടക്കും. കൃഷ്ണൻ ഇവിടെ നിന്ന് എത്ര ദിവസം പോയി? 10 ദിവസം അങ്ങോട്ട് പോയി. അപ്പോൾ ഈ അമ്പലം ശ്രീക്ഷേത്ര എന്ന് പറയും. ലക്ഷ്മി ദേവിയുടെ അമ്പലമാണ്. അത് കൃഷ്ണന്റെ വീടല്ല, ലക്ഷ്മിയുടെ വീട്ടിൽ പോയാണ് കൃഷ്ണൻ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫുൾ പവർ ആർക്കാണ്? ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ലക്ഷ്മി ദേവി കുറേ സർവൻ്റെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ പോയി, കൃഷ്ണൻ പോയിട്ട് കുറേ കാലമായി, എവിടെയെങ്കിലും പോയാൽ തിരിച്ചു വരില്ല, അവിടെ തന്നെ ഇരുന്നോളും, അതുകൊണ്ട് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് വരും എന്ന് പറയും. അപ്പോൾ അഥവാ വന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? വന്നില്ലെങ്കിൽ തലക്കിട്ട് 2 അടിയും കൊടുത്ത് വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഇവരെല്ലാവരും പറയും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റെഡി, അടി കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അങ്ങോട്ട് പോകും.
അങ്ങനെ ലക്ഷ്മി ദേവി എന്നിട്ട് പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ഗുഡീജ ടെമ്പിളിൽ പോയപ്പോൾ അവിടെ കൃഷ്ണൻ പറയും ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണൻ വരുന്നില്ല. കൃഷ്ണൻ അവിടെ തന്നെ കറങ്ങി നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള സർവൻ്റൊക്കെ പറയും കൃഷ്ണൻ വരും, നിങ്ങളൊക്കെ പൊക്കോ കൃഷ്ണൻ വരും എന്ന് പറയും. ഉടനെ ദേഷ്യം വന്നിട്ട് ലക്ഷ്മി ദേവി പറയും എല്ലാവർക്കും അടി കൊടുക്കാൻ പറയും അവിടുത്തെ ആൾക്കാർക്ക്. അങ്ങനെ എന്ത് ചോദിച്ചാൽ എല്ലാവരെയും അടി കൊടുക്കും. ലക്ഷ്മിയുടെ ആൾക്കാരെല്ലാം ഗുഡീജ ടെമ്പിളിലുള്ള സർവന്റിനെ എല്ലാം അടി. ഇന്നും ജഗന്നാഥ് പൂരിയിൽ പോയാൽ പൂജാരി 2 കമ്പം വെച്ചുകൊണ്ടിരിക്കും വടി. പോണവരുടെ തലയ്ക്ക് ടക്കാന്ന് അടിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് ഇയാളെന്തിന് തലയിൽ വടിയിട്ടടിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് അനുഗ്രഹമാണ്. ഈ അടി കിട്ടാൻ വേണ്ടി അവിടെ ഓരോരുത്തർ കാത്തു പൂജാരിയുടെ ഫ്രണ്ടിൽ തലയും കൊടുത്തുകൊണ്ട് എന്തിനാണ് അടി കിട്ടാൻ? നമ്മളെ ആൾക്കാർ അടി കൊണ്ട് ചിലപ്പോൾ ജീപ്പയും പറയും. അവർക്ക് അറിയില്ല എന്തിനാ അടിക്കുന്നത്. പെട്ടെന്ന് തലയ്ക്ക് 2 അടി. അടി സ്ട്രോങ് ആയിട്ട് കിട്ടിയാൽ നല്ല ബ്ലെസ്സിങ്സ്, അടി ചെറുതായിട്ട് കിട്ടിയാൽ ചെറിയ അനുഗ്രഹം. അതുകൊണ്ട് ചെറിയ അടി കിട്ടിയാൽ ചിലർ എല്ലാവരും തലകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കും അവർക്ക്. അപ്പോൾ ഇങ്ങനെ ലക്ഷ്മി ദേവി ഇല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് അടിയും കൊടുത്ത് കൃഷ്ണൻ തിരിച്ച് ഉൾട്ടാര ദിവസം കൊണ്ടുവന്ന് അമ്പലത്തിനകത്ത് കയറ്റണ്ടേ? അപ്പോൾ കേട്ടില്ല, നീ അവിടെ റോഡിൽ നിന്നാൽ മതി. ഇവിടെ നിന്ന് പോയതുപോലെ ഉടനെ വരണം. തിരിച്ചു വന്നില്ലല്ലോ, അതുകൊണ്ട് റോഡിൽ നിൽക്കിയെന്ന് പറഞ്ഞ് അമ്പലത്തിനകത്ത് കയറ്റാതെ വെച്ചിരുന്നു. അതുകൊണ്ട് ഉൾട്ടാ രഥോത്സവം വന്ന് വൈകുന്നേരം തൊട്ട് അടുത്ത ദിവസം വരെ കൃഷ്ണൻ റോഡിൽ തന്നെ നിൽക്കും. കൃഷ്ണൻ അകത്ത് കയറ്റില്ല. അന്ന് സോനാവേശം എന്ന് പറയും. സ്വർണം കൊണ്ട് അങ്കിയെല്ലാം ചാർത്തിക്കൊണ്ട് കൃഷ്ണൻ സോനാവേശത്തിൽ അവിടെ വേഷത്തിൽ അവിടെ ഇരുത്തിയിരിക്കും. എന്നിട്ട് രാത്രി അവിടെ നിവേദ്യം കൊടുക്കും, പൂജ കൊടുക്കും, ആരതി കഴിക്കും. എല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണൻ അകത്ത് കയറ്റുമ്പോൾ അകത്ത് പിന്നെയും കയറ്റില്ല. അവിടെ ഉള്ളവരെല്ലാം വരുന്നവർക്കെല്ലാം അടി കൊടുത്ത് ഓടിക്കും. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യാൻ പതുക്കെ കുറച്ച് സ്വീറ്റൊക്കെ എടുത്തിട്ട് ലക്ഷ്മി ദേവി കൊടുക്കും. ഈ ഭർത്താക്കന്മാരെന്താണ് ഭാര്യയെ സ്വീറ്റിക്കാൻ എന്തെങ്കിലും പാചകം അല്ലെങ്കിൽ 2 ഡ്രസ്സൊക്കെ കൊടുക്കില്ലേ, അതുപോലെ പയ്യെ ലക്ഷ്മി ദേവിക്ക് ഒരു സ്വീറ്റ് കൊടുക്കും, ഇത് കൊടുക്കും. എന്താണ് കോംപ്രമൈസ് ചെയ്യാൻ. അപ്പോൾ ലക്ഷ്മി ദേവി ആദ്യം ഭയങ്കര ദേഷ്യമാണെങ്കിലും പിന്നെ ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ട് ശരിക്കും. അങ്ങനെ ജഗന്നാഥ് അമ്പലത്തിനകത്ത് കയറും. ഇങ്ങനെ അവിടെ ശരിക്കും പറഞ്ഞാൽ ജഗന്നാഥ് അമ്പലത്തിനകത്ത് നിത്യോത്സവമാണ്. ഈ ഉത്സവം നമുക്ക് പറഞ്ഞാൽ തീരില്ല. എന്താ പറയുക, അത്രയും ഉത്സവം നടക്കും. ഈ ഉത്സവം കാണാൻ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയണം. കാരണം എന്താ വെച്ചാൽ ചൈതന്യ മഹാപ്രഭു 48 വർഷം ഉണ്ടായിരുന്നു ഭൂമിയിൽ. അതിൽ 24 വർഷം ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പൂരിയിൽ ക്ഷേത്ര സന്യാസിയായിരുന്നു. അമ്പലത്തിൽ തന്നെ ഇരുന്നു, എവിടെയും പോകില്ലായിരുന്നു. അപ്പോൾ ഡെയിലി ജഗന്നാഥിന് ദർശനം എടുക്കും ചൈതന്യ മഹാപ്രഭു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഇരിക്കുന്ന അതേ സമയത്ത് രഥോത്സവം നടക്കുന്നു. രഥോത്സവം നടക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു 7 ഗ്രൂപ്പായിട്ട് കീർത്തനം നടക്കും. ആ ഓരോ ഗ്രൂപ്പിലും ചൈതന്യ മഹാപ്രഭു ഉണ്ടാവും. എവിടെ ഉണ്ടാവും? 7 ഗ്രൂപ്പിലും. പലരും ഇങ്ങനെ അതിശയമായിട്ട് ഈ രഥോത്സവത്തിലെ ഈ കീർത്തനം നടക്കുന്നത് കാണും. കാരണം അവിടെ ഒരു ഭഗവാൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ജഗന്നാഥ് ബലദേവായിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു അതേ ഭഗവാൻ ഭക്തരൂപത്തിലെ ഫ്രണ്ടിൽ വന്ന് നൃത്തം ചെയ്യുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം മറന്നിട്ട് കീർത്തനം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്നവർ ഈ നൃത്തം കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടുത്തെ അപ്പമുള്ള രാജാവ്, പ്രതാപരുദ്ര രാജാവ് എന്ന് പറയുന്ന രാജാവ് ഇങ്ങനെ എന്താണ് കീർത്തനം നടക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ബാക്കിൽ രാജാവ് നിൽക്കുകയാണ്. അപ്പോൾ രാജാവ് ഇങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം തല ഇങ്ങോട്ട്, അപ്പോൾ രാജാവിന് കാണാൻ പറ്റില്ല, ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ എന്ത് ചോദിച്ചാൽ പതുക്കെ മന്ത്രി പറയും ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഭക്തൻ്റെ അടുത്ത്, ശ്രീവാസിൻ്റെ അടുത്ത് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പതുക്കെ തട്ടും. അപ്പോൾ ഇതേ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെയും ഭയങ്കര രസിച്ച് ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പോൾ രാജാവിന് കാണാൻ പറ്റുന്നില്ല. മന്ത്രി 2ാമതും തട്ടും. അപ്പോഴും ശ്രീവാസം ഉണ്ടാവായിരിക്കും. 3ാമത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തട്ടിയിട്ട് രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് തട്ടിയിട്ട് മാറ്റിയെന്ന് ശ്രീവാസ് ഠാക്കൂർ തിരിഞ്ഞ് ഒറ്റാടി അടിച്ചു കൊടുക്കും. ആർക്കും? മന്ത്രി അടിച്ചായിരിക്കും എന്തായാലും ഗതി. മന്ത്രി അട്ടി വാങ്ങിച്ച് വാളൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രതാപരുദ്ര രാജാവ് മന്ത്രിയുടെ കൈ കയറി പിടിച്ചിട്ട് പറയും, ഒന്നും ചെയ്യരുത്, നീ എത്ര ഭാഗ്യവാനാണ്. ആ അടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. പക്ഷെ എനിക്കല്ല കിട്ടിയത്, ഇത്രയും വലിയ പരമഭക്തൻ്റെ നിനക്കാണ് ആ അടി കിട്ടിയത്. അതുകൊണ്ട് നീയാണ് ഭാഗ്യം ചെയ്തവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറയും. അപ്പോൾ ആ ഭക്തന്മാർക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ചൈതന്യ മഹാപ്രഭുവിനും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ജഗന്നാഥ് പുരിയിൽ രഥോത്സവം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ എല്ലാ വർഷവും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കും. കീർത്തനം, ഭഗവാന്റെ കീർത്തനം, ഹരിനാമ കീർത്തനം ചെയ്തുകൊണ്ട് പങ്കെടുക്കും. അപ്പോൾ ആരാണോ ഈ രഥം
ജഗന്നാഥ് മഹാത്മ്യം അനുസരിച്ച് രഥത്തിന്റെ വീല് മുതൽ സുദർശന ചക്രം വരെ ഒരു പ്രാവശ്യം ദർശനമെടുത്താലോ, രഥത്തിനെ വലിച്ചാലോ, രഥത്തിനെ തള്ളിയാലോ, രഥത്തിന് ആരതി കാണിച്ചാലോ, അവിടെ നിന്ന് ഹരിനാമം ജപിച്ചാലോ ഇവർക്ക് എല്ലാവർക്കും എവിടെ പോകാൻ പറ്റും? വിഷ്ണു ലോകം സകച്ചതി എന്ന് പറയും. വിഷ്ണു ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കും എന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ മഹാത്മ്യമാണ് ഈ ജഗന്നാഥ് രഥോത്സവം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയുക, രഥം വലിച്ചു, ഭഗവാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടു. മുഴുവൻ ദിവസവും പറയാം ജഗന്നാഥ് ലീല, കുറച്ച് കാര്യം കേട്ടു. ഇനി ജഗന്നാഥിന്റെ ആരത്തി, അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണ്? ജഗന്നാഥ് മഹാപ്രസാദം. എവിടെയും വെജിറ്റബിൾ മാർക്കറ്റ് കാണാൻ പറ്റും, തുണി മാർക്കറ്റ് കാണാൻ പറ്റും. പ്രസാദം മാർക്കറ്റ് എവിടെ കാണാൻ പറ്റുള്ളൂ? എത്ര പേര് പോയിട്ടുണ്ട് ജഗന്നാഥ്പുരിയിലെ? പ്രസാദം മാർക്കറ്റ് എത്ര വലുതാണ്! ഇവിടെ നിന്ന് അതുവരെ ഉണ്ട്. പ്രസാദം മാത്രം, നിവേദിച്ച പ്രസാദം മാത്രം കിട്ടും. നമ്മുടെ ആൾക്കാർ പോയി സാമ്പിൾ മേടിച്ചാൽ തന്നെ ഒരു 5 കിലോ മേടിച്ചിട്ട് വരാം ഓരോ കടയിൽ പോയിട്ട്. അത്രയും പ്രസാദമുണ്ട്. ജഗന്നാഥിന്റെ മഹാത്മ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കിവിടെ പ്രസാദവും കഴിച്ച് ഹാപ്പിയായിട്ട് തിരിച്ചു പോവാം. ജയ് ജഗന്നാഥ് ബലദേവ് സുഭദ്രമായിക്ക്, ജയ് ശില പ്രഭുപാദ് की, जय शिला गुरुदेव की, जय गौदेव कोटि वैष्णव वृंद की, श्याम चैतन्य प्रभु की।